അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും GCC കൺട്രീസിലും നല്ലൊരു ബൂമിംഗ് ആയിട്ട് വരുന്നൊരു ബിസിനസ്സാണ് അല്ലേ. കേരളത്തിലാണെങ്കിൽ പോലും ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട്, ഡെവലപ്പേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ദുബായിൽ വന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള സാധ്യതകളെക്കുറിച്ചാണ് നമ്മളത്തെ എപ്പിസോഡ്. മാത്രമല്ല പ്രോഫിറ്റ് ആ ബിസിനസ്സിലുള്ളത് ഭയങ്കര 100-200% ഒക്കെ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്കുള്ള ബിസിനസ്സാണ്. അതിലേക്ക് വന്നു ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതേ രീതിയിൽ തന്നെ ഇത് വാങ്ങുന്ന ബയേഴ്സ് ഉണ്ട്, ഫ്ലാറ്റായിട്ടോ വില്ലായിട്ടോ വാങ്ങുന്നത്. അവർക്കും ഇത് മറിച്ച് വിൽക്കുമ്പോഴുള്ള അപ്രീസിയേഷൻ ദുബായിൽ വലിയ രീതിയിലേക്ക് വളർന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയുകയാണെങ്കിൽ ദുബായിൽ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരു ഡെവലപ്പർ ലൈസൻസ് എടുക്കണമെങ്കിൽ അതും കൂടി പറയാം. ഡെവലപ്പർ ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് ആണ്. അതുകൊണ്ട് തന്നെ ലാൻഡ് ഡിപ്പാർട്ട്മെന്റുമായി കണക്റ്റഡ് ആണ്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്, റിറ. അപ്പം ഈ റിറയുടെ നിയമപ്രകാരം ഇപ്പം മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഡെഫിനറ്റ്ലി റിയാസ് ബായുമായുള്ള എപ്പിസോഡുകൾ നമ്മുടെ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. വീക്കിലി ഒരു വീഡിയോ എന്തായാലും GCCയിൽ ബിസിനസ് ചെയ്യുന്നതിനെക്കുറിച്ചും GCCയിൽ ലൈസൻസ് എടുക്കുന്നതിനെക്കുറിച്ചും ഒരാൾ പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത തേടുന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും GCC കൺട്രീസിലും നല്ലൊരു ബൂമിംഗ് ആയിട്ട് വരുന്നൊരു ബിസിനസ്സാണ് അല്ലേ. കേരളത്തിലാണെങ്കിൽ പോലും ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട്, ഡെവലപ്പേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ദുബായിൽ വന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള സാധ്യതകളെക്കുറിച്ചാണ് നമ്മളത്തെ എപ്പിസോഡ്. ഭയങ്കര സാധ്യതയാണ് അത്. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന സാധ്യത തന്നെ പറയണം. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം വന്നേക്കണം. കാരണം ഇവിടെയുള്ള വലിയ വലിയ ബ്രാൻഡുകൾ അവിടെ വന്നു തുടങ്ങി. ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് വന്നു തുടങ്ങി. അതെ അതെ. അപ്പം ഇന്ത്യയിലേക്ക് വലിയ രീതിയിലേക്ക് മാർക്കറ്റിങ്ങും വന്നു തുടങ്ങി. ഞാനതാണ് പറഞ്ഞു വന്നത്. കാരണം ഇവിടെ ദുബായിലെ ഡെവലപ്പർ കമ്പനികളുടെ ഓഫീസ് ഇപ്പോൾ കൊച്ചിയിലും ബാംഗ്ലൂരും ബോംബെയിലൊക്കെ ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഡാന്യൂബ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു ഇന്ത്യൻ ഓണറാണ്, ഒരു പ്രോപ്പർട്ടി ഡെവലപ്പറാണ്. ഇപ്പം മലയാളി ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള, ഞാനിപ്പോൾ ബ്രാൻഡ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, ഒരുപാട് പേര് ഷോബൊക്കെ പണ്ട് മുതലേ ദുബായിലുള്ളതാണ്. ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റി ഇല്ല, അതിന് തുടക്കകാലം മുതലുള്ള ആൾക്കാരാണ്. ഞാൻ പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് വന്ന് വളരെ നല്ല രീതിയിൽ സ്ഥലം എടുത്ത് ഡെവലപ്പർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവിടെ കേട്ട് വന്നിട്ടുള്ള കൊച്ചിയിലൊക്കെയുള്ള വലിയ ബിൽഡേഴ്സ്, ഞാൻ പറയുന്നു, നിങ്ങൾ അവരുടെ പ്രോപ്പർട്ടി നമുക്ക് ഓൺ ചെയ്യാവുന്ന രീതിയിലേക്ക് അവരൊക്കെ സ്ഥലം എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താ അത്രക്ക് സാധ്യത വരാൻ കാരണം അവിടുത്തെ നിയമങ്ങളുടെ മാറ്റങ്ങൾ വന്നു. നമ്മൾ സ്വന്തമായി നമുക്ക് സ്ഥലം എടുക്കാവുന്നതും ഡെവലപ്പർ ലൈസൻസ് ഉണ്ടാക്കാവുന്നതും അതേ രീതിയിലേക്ക് നമുക്ക് ഇവിടെ എങ്ങനെയാണോ ആളുകൾ ഡെവലപ്പേഴ്സ് വിറ്റിരുന്നത് അതേപോലെ നമ്മുടെ ഓണർഷിപ്പിൽ വിൽക്കാവുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു. മാത്രമല്ല പ്രോഫിറ്റ് ആ ബിസിനസ്സിലുള്ളത് ഭയങ്കര 100-200% ഒക്കെ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്കുള്ള ബിസിനസ്സാണ്. അതിലേക്ക് വന്നു ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതേ രീതിയിൽ തന്നെ ഇത് വാങ്ങുന്ന ബയേഴ്സ് ഉണ്ട്, ഫ്ലാറ്റായിട്ടോ വില്ലായിട്ടോ വാങ്ങുന്നത്. അവർക്കും ഇത് മറിച്ച് വിൽക്കുമ്പോഴുള്ള അപ്രീസിയേഷൻ ദുബായിൽ വലിയ രീതിയിലേക്ക് വളർന്നു. ഞാൻ ഈ വലിയ രീതി എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത് അത് അങ്ങനെയാണ്. അത് അവിടെ നിൽക്കുന്ന ഒരാൾക്ക് അറിയാം റിയൽ എസ്റ്റേറ്റിൽ എത്രത്തോളം പ്രൊജക്റ്റുകൾ, എൻ്റെ ഒരു അറിവിൽ പറയാൻ 500ഓളം പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. ആ ഓരോ പ്രൊജക്റ്റുകളിലുള്ള ഇൻവെന്ററി എന്ന് പറയുന്നത് ഒരു വലിയ സ്കെയിലാണ് നടക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ വലിയ റൈറ്റ് ടൈമാണ്. പിന്നെ ഒരു ഡെവലപ്പർ ലൈസൻസ് എടുക്കണമെങ്കിൽ, അതും കൂടി പറയാം, ഡെവലപ്പർ ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് ആണ്. അതുകൊണ്ട് തന്നെ ലാൻഡ് ഡിപ്പാർട്ട്മെന്റുമായി കണക്റ്റഡ് ആണ്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്, റിറ. അപ്പം ഈ റിറയുടെ നിയമപ്രകാരം ഇപ്പം ലാൻഡ് നമ്മുടെ സ്വന്തം പേരിൽ ഉണ്ടാവണം. എനിക്ക് വെറുതെ തുടങ്ങാൻ പറ്റില്ല. എനിക്ക് സ്വന്തം പേരിൽ ഡെവലപ്പർ ലൈസൻസിന് സ്വന്തമായി തുടങ്ങണമെങ്കിൽ ഒരു ഡെവലപ്പർക്ക് ലാൻഡ് ഉണ്ടാവണം. വെറുതെ ഒരാൾ ഡെവലപ്പർ എന്നും പറഞ്ഞ് ലൈസൻസ് എടുത്തിട്ട് അത് സാധിക്കില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ സാധാരണ ട്രേഡ് ലൈസൻസ് ഫീസിനേക്കാളും 25,000 ദിർഹംസ് ഒരു ആക്ടിവിറ്റി ഫീ വരുന്നുണ്ട്. 25,000. ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇപ്പോൾ മില്യൺസിന്റെ ഡിപ്പോസിറ്റ് വേണമെന്നൊക്കെയുള്ള. അതിപ്പോൾ ഇല്ല, പണ്ടുണ്ടായിരുന്നു. അതിന് പകരമാണ് ഇപ്പോൾ സ്വന്തം ലാൻഡ് ഉള്ളവർക്ക് കൊടുക്കാന്നുള്ള രീതിയിലേക്ക് വന്നത്. പക്ഷേ ഈ ലാൻഡ് എടുക്കുമ്പോഴും ആളുകൾക്ക് ഒരു സംശയമുണ്ട്. ഞാൻ വന്നു, എങ്ങനെ ലാൻഡ് എടുക്കും ലൈസൻസ് ഇല്ലാതെ? ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യാം, കൊമേഴ്ഷ്യലായാലും. എന്നിട്ട് പിന്നെ നമ്മൾ കമ്പനി ഫോം ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പേരിലോട്ട് മാറ്റാം. അപ്പോഴും ചെറിയൊരു ടാക്സ്, അതിനകത്ത് ഡബിൾ ടാക്സ് വരുന്നത് ഒഴിവാക്കാനായിട്ടൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു
പലരുടെയും കേസുകൾ വ്യത്യസ്തമായ ഒരു ഡെവലപ്പർ നമ്മുടെ വരികയാണെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായി സാധിക്കും. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഇവിടേക്കുള്ള പോലെ തന്നെ എസ്ക്രോ രീതിയിലാണ് സാധനം വിൽക്കുന്നത്, ഓരോ പ്രോപ്പർട്ടി വിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഡെവലപ്പർ ലൈസൻസിൽ ഇതേപോലെ തന്നെ നമുക്ക് ലാൻഡ് നല്ല അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് കണ്ടെത്തി കൊടുക്കുക. അപ്പം ദുബായിനെ സംബന്ധിച്ചിടത്തോളം അൽവാസൽ, അതുപോലെ ടീകോം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പിന്നെ അതോറിറ്റിയുടെ കയ്യിലാണ്, DRC ഒക്കെ പോലുള്ള അതോറിറ്റിയുടെ കയ്യിലാണ് ഈ ലാൻഡുകളുള്ളത്. അപ്പോൾ ആ ലാൻഡുകൾ കണ്ടെത്തി കൊടുക്കാനും നമ്മൾ സാധിക്കും. അതുപോലെ അതിന്റെ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ, അവർക്ക് ഡെവലപ്പർ ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു കംപ്ലീറ്റ്ലി ഒരു അവർ വന്ന് അവസാനിക്കുന്ന വരെയുള്ള സൊല്യൂഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയുകയാണെങ്കിൽ ദുബായിൽ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് സ്വന്തമായിട്ട് അവിടെ ലാൻഡ് ഉണ്ടാകണം അല്ലേ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈസൻസ്. ഈ ലാൻഡിന്റെ കേസിൽ പറയുമ്പോൾ ഒന്നുകൂടി പറയാം, കൊമേഴ്ഷ്യലി ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് ഉണ്ട്, കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ ചെയ്യുന്ന. അതിൽ വേണമെങ്കിൽ വെയർ ഹൗസ് ബിൽഡ് ചെയ്തിട്ട് വാടക കൊടുക്കുന്നത് വരും, ഓഫീസസ് ബിൽഡ് ചെയ്ത് വാടക കൊടുക്കുന്നത് വരും, ഷോപ്പുകൾ കൊടുക്കാം. രണ്ടാമത്തത് റെസിഡൻഷ്യലാണ്. റെസിഡൻഷ്യൽ യൂണിറ്റിൽ തന്നെ വില്ലാസ് പണിയുന്നവരുണ്ട്, അതോടൊപ്പം വലിയ ടവറുകൾ പണിത് ഫ്ലാറ്റുകൾ വിൽക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ഡെവലപ്പർ എന്നുള്ള അംബ്രല്ലയിലാണ് വരുന്നത്. സെപ്പറേറ്റ് ലൈസൻസ് വേണ്ട. ഒരു ഡെവലപ്പർ ലൈസൻസ് ഉണ്ടെങ്കിൽ പിന്നെ അവർ തീർച്ചയായിട്ടും അവർ ആ പ്രൊഫൈൽ തന്നെ അത് ഈ പറയുന്ന കൊമേഴ്ഷ്യലും റെസിഡൻഷ്യലും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പം നാട്ടിലുള്ള ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദുബായ് അതൊരു ഭയങ്കര വലിയൊരു മണ്ണാണ്. ഞാൻ അവരോട് വന്ന് പറയുന്നത്, നിങ്ങൾ ബിസിനസ് ഒന്നും ചെയ്യേണ്ട, നിങ്ങളൊന്ന് വന്നിട്ട് അവിടുത്തെ ഡെവലപ്മെന്റ്സും അതുപോലെ ഇപ്പോൾ നടക്കുന്ന പ്രൊജക്റ്റുകളൊന്ന് ഒരു 5 ദിവസം എടുത്ത് ഒന്ന് കറങ്ങി കാണാൻ. അപ്പോൾ ഇതിൻ്റെ സാധ്യത മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇത് ഈ പോഡ്കാസ്റ്റ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സ്വപ്നം ഉള്ളിലുണ്ടെങ്കിൽ അതിനെ പൂണിക്കാനായിട്ട് റിയാസ് ഭായ് ഉണ്ട് അല്ലേ. അതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടി. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഇൻഫർമേഷൻ ആയിട്ടിരിക്കാം. താങ്ക് യു സോ മച്ച്.